പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലെ വിവർത്തന വിവാദത്തിൽ പ്രതിരോധത്തിലായി ബി.ജെ.പി. വിവർത്തകനെ നിയോഗിച്ചത് സംസ്ഥാന സർക്കാരാണെന്ന വാദം തള്ളി പരിഭാഷകൻ രംഗത്തെത്തി. പിന്നാലെ ആരോപണമുന്നയിച്ച സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് മലക്കം പറഞ്ഞു. നമ്മുടെ എയർലൈൻസുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ആവശ്യമായ ശ്രദ്ധ നൽകണം. വിഴിഞ്ഞം തുറമുഖം നാടിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിന്റെ വിവർത്തകനാണ് വിവാദത്തിലായത്. പ്രസംഗം പരിഭാഷപ്പെടുത്തിയപ്പോൾ മനഃപൂർവ്വം അഭംഗപ്പെടുത്തിയെന്ന മട്ടിലായിരുന്നു ബി.ജെ.പിയുടെ ആരോപണം. വിവർത്തകനെ നിയോഗിച്ചത് സംസ്ഥാന സർക്കാരെന്നും ബി.ജെ.പി. ആരോപണം ഉന്നയിച്ചു. എന്നാൽ തന്നെ നിയമിച്ചത് കേന്ദ്ര സർക്കാരാണെന്നും മോദിയുടെ കടുത്ത ആരാധകനാണെന്നും പരിഭാഷകൻ പള്ളിപ്പുറം ജയകുമാർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സംസ്ഥാന സർക്കാരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഒരു കാലത്തും സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഞാനുമായിട്ട് ബന്ധപ്പെട്ടവരില്ല. ഞങ്ങൾക്കതുമായിട്ടില്ല. ഞാൻ ബേസിക്കലി ഒരു പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അത് ബി.ജെ.പി. ആണ്. പിന്നാലെ ആരോപണം ഉന്നയിച്ച ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് മലക്കം മറഞ്ഞു. ആ പ്രസംഗം, ആ ഹിന്ദിയിലെ പ്രസംഗം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ അതിൽ മലയാള വാക്കുകളെക്കാൾ കൂടുതൽ ഇംഗ്ലീഷ് വാക്കുകളാണ് ഉണ്ടായിരുന്നത്. അത് സംസ്ഥാന സർക്കാരിൻ്റെ സംവിധാനത്തിലായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ബി.ജെ.പിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അമളി പറ്റിയെന്ന് ബോധ്യപ്പെട്ടതോടെ വിവർത്തനത്തിൽ മലയാളത്തിന്റെ ഗരിമ കുറഞ്ഞതാണ് പ്രശ്നമെന്ന് പറഞ്ഞ് വിവാദത്തിൽ നിന്ന് തലയൂരാൻ ശ്രമിക്കുകയാണ് ബി.ജെ.പി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.